പുലാവ് നമുക്കിന്ന് പരിചയപ്പെടാം. ഗ്രീൻ പീസ് പുലാവ്. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബസ്മതി റൈസ് നന്നായിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് 3 കപ്പ്, ഗ്രീൻ പീസ് 1.5 കപ്പ്, സവാള 1 കപ്പ് കൊത്തിയരിഞ്ഞതായിരിക്കണം, അതുപോലെ തേങ്ങാപ്പാല് ഒരു 3 കപ്പ്. ഇനി വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത്, പുതിന ഇല അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, കസ്കസ്, ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, നാരങ്ങയുടെ നീര്, ഒരു അര നാരങ്ങയുടെ നീര്, പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കിസ്മിസും നട്ട്സും നെയ്യിൽ വറുത്ത് മാറ്റിയത്, പിന്നെ സോൾട്ട് വേണം, വെജിറ്റബിൾ ഓയിൽ. ഇത്രയുമാണ് നമ്മുടെ ഗ്രീൻ പീസ് പുലാവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു വലിയ പാത്രത്തിൽ നമുക്ക് ഈ വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കണം. നമ്മൾ ഈ വലിയ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഈ 3 ഐറ്റം ഇതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പിടിപ്പിക്കണം. 4 പേരടങ്ങിയ ഒരു ഫാമിലിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 കപ്പ് ധാരാളം മതിയാവും. ഒരു നേരത്തേക്ക് ഉള്ള പ്രിപ്പറേഷൻ ആണെങ്കിൽ 3 കപ്പ് അരി ധാരാളം മതിയാവും. നമ്മൾ 1 കപ്പിന് ഒരു 3 ചെറിയ പീസ് കറുവാപ്പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, അങ്ങനെയുള്ള ഒരു കണക്കിലാണ് നമ്മളിതിൽ ഇടാൻ പോകുന്നത്. ഇപ്പം 3 കപ്പ് അരിക്ക് ഒരു 6-7 ചെറിയ പീസ് കറുവാപ്പട്ട നമ്മളിതിലിട്ടു. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ ഇടണം. ഗ്രാമ്പൂ ഒരു 2 എണ്ണം വീതം ഇട്ട് ചെറുതായി ചൂട് പിടിക്കണം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഏലക്ക, അത് നമുക്കൊരു 5-6 എണ്ണം ഇതിലേക്ക് ഇടാം. നമ്മളിപ്പോ ഇത്രയും ഐറ്റംസ് ഇതിലിട്ടു. ഇനിയിപ്പോ അടുത്തതായിട്ട് സവാള കൊത്തിയരിഞ്ഞ് നന്നായി ചെറുതായി കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കിത് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നത് പോലെ എല്ലാ വെജിറ്റബിളും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് ഗ്രീൻ പീസ് പുലാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീൻ പീസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പുലാവാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമുണ്ട്, സവാള ഇതിന്റെ നിറം മാറരുത്. ചെറിയ തീയിലൊരു 2 മിനിറ്റ് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ചെറുതായിട്ട് വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇടാം. 1.5 കപ്പ് ഗ്രീൻ പീസ് ആണ് ഞാനിത് എടുത്തിരിക്കുന്നത്. 3 കപ്പ് അരി എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ നേർ പകുതി ഗ്രീൻ പീസ് എടുക്കുന്നുണ്ട്. 1.5 കപ്പ് ഗ്രീൻ പീസ് എടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് അധികം താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ അതിൽ കുറയ്ക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇപ്പൊ ഇതിൽ നമ്മൾ 1.5 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ നന്നായി കഴുകിയത് എടുക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് പാക്കറ്റിൽ നമുക്ക് സാധാരണ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് പക്ഷേ ഇതിനെ യൂസ് ചെയ്യുന്നത് അതിനേക്കാളും ടേസ്റ്റ് ഈ നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഗ്രീൻ പീസ് ആയിരിക്കും. എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. ഫ്രഷ് ഗ്രീൻ പീസ് തന്നെ നമ്മൾ ഈ ഗ്രീൻ പീസ് പുലാവിന് യൂസ് ചെയ്യണം. അപ്പൊ ഗ്രീൻ പീസ് ചെറുതായിട്ട് നമ്മൾ ഇതിലിട്ടൊന്ന് ചൂടാക്കി. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് കസ്കസ് ഒരു 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടണം. ഇനി ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതും ഒരു 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി വീണ്ടും നമുക്കൊന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതൊന്നും തന്നെ ഒരുപാട് മൂത്ത് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പൊ നമ്മളിത് സവാള ഇട്ടു, ഗ്രീൻ പീസ്, കസ്കസ് എല്ലാം ഇതിൽ ചേർത്ത്, വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കുറച്ച് കൊത്തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ വീതം നമുക്കിതിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പുലാവിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ചേർത്ത് കഴിഞ്ഞു. ചെറിയ തീയിൽ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ
ഈ ഒരു പ്രിപ്പറേഷന് നെയ്യ് യൂസ് ചെയ്യുന്നില്ല. സാധാരണ ചിലര് നെയ്യ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. വെജിറ്റബിൾ ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ പക്ഷെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബസ്മതി റൈസ് ഇടാം. ഇത് കറക്റ്റ് 30 മിനിറ്റ് വെള്ളത്തിൽ നന്നായി കുതിർന്നതിന് ശേഷം വെള്ളം മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വാരി വെക്കണം. വെള്ളം മുഴുവൻ പോയതിന് ശേഷം വേണം നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ 3 കപ്പ് റൈസ് ഇപ്പോൾ ഇതിലേക്ക് ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വീണ്ടും എല്ലാം കൂടി യോജിപ്പിച്ച് ചെറിയ തീ തന്നെ വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം എരിവ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതിൽ നമുക്ക് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാവുന്നതാണ്. പക്ഷെ പൊതുവെ എല്ലാവർക്കും തന്നെ പുലാവിന് എരിവ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ പച്ചമുളക് ഇട്ടില്ലെങ്കിലും അതിൽ ടേസ്റ്റിന് വലിയൊരു വ്യത്യാസം വരുന്നില്ല. ഇഷ്ടമാണെങ്കിലും മാത്രം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ റൈസ് ഇതാ നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് വേവിക്കാൻ വെക്കാം. അപ്പൊ 3 കപ്പ് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിക്കാം. തിളച്ച വെള്ളവും തേങ്ങാപ്പാലും ഈക്വലായിട്ട് എടുത്ത് ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പൊ ചെറിയ തീ തന്നെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഇതിൽ നന്നായിട്ട് റൈസിൽ പിടിച്ച് വെന്ത് വരുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രീൻ പീസ് പുലാവ് റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പൊ 25 മിനിറ്റ് കുക്കിംഗ് ടൈം കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് ഇതിന്റെ തേങ്ങാപ്പാലും വെള്ളവും നമ്മൾ ചേർത്ത് വേവിക്കാൻ വെച്ചിരുന്നത് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്തു, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതില് നമ്മുടെ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റും കൊണ്ടുണ്ട്. ഒരു 5-6 ഡ്രോപ്പ് നാരങ്ങ നീര് നമുക്കിതിൽ ചേർത്ത് വാങ്ങിയെടുക്കാം. നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചത് എല്ലായിടത്തും നന്നായിട്ട് ആയിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒട്ടും കട്ട പിടിച്ചിട്ടില്ല, ഒന്നിനൊന്ന് തൊടാതെയാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ് ഇതിന്റെ കറക്റ്റ് പാകത്തിനാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. വെള്ളം ഒന്നും ഒട്ടും ഊറ്റിക്കളയേണ്ട ആവശ്യം വരുന്നില്ല. കറക്റ്റ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ കുറച്ച് പുതിനയില കുത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലിടണം. ഇനി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടും ഒരു 1/2 ടീസ്പൂൺ വീതം ഇതിലിട്ടാൽ മതി. നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സും കിസ്മിസും നെയ്യിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ഇതിന് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ സ്വാദിഷ്ടമായ റിച്ച് ആയിട്ടുള്ള ഗ്രീൻ പീസ് പുലാവ് റെഡി ആയി കഴിഞ്ഞു. ഇന്ന് തന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.